മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. ഇത് ഫ്ലെയിമും നമ്മൾ എമിഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സ്പെക്ട്രോസ്കോപ്പി ഡിറ്റക്ഷൻ ടെക്നിക്സിൻ്റെയും അനലിറ്റിക്കൽ ടെക്നിക്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പക്കാ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് പല ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മളന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, എമിഷൻ്റെ ഉണ്ട്, ഫ്ലെയിം എമിഷൻ്റെ ഉണ്ട്, ഫ്ലെയിം അബ്സോർപ്ഷൻ്റെ ഉണ്ട്, ദെൻ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. രണ്ടിൻ്റെയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദി അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി പ്രൈമർലി യൂസ്ഡ് ഫോർ? എന്തിനാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്? പ്രൈമർലി എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രൈമർലി യൂസ് ചെയ്യുന്നത് എന്തിനാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്? ഒന്ന്, ഓർഗാനിക് ഓർഗാനിക്കിൽ ഏതെങ്കിലും മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ട്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് മെറ്റൽസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, സെപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട്സ്, ക്രൊമാറ്റോഗ്രഫി. ഈ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് ക്രൊമാറ്റോഗ്രഫി ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു സെപ്പറേറ്റ് പ്യൂരിഫിക്കേഷൻ ടെക്നിക്കാണ്. സെപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാനല്ല നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പികൾ യൂസ് ചെയ്യുന്നത്. പേരിൽ തന്നെയുണ്ട് അറ്റോമിക് അബ്സോർപ്ഷൻ. അപ്പോൾ എന്തായാലും ആറ്റംസിൻ്റെ കേസാണ് അത്. കോമ്പൗണ്ട്സിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ കോമ്പൗണ്ടുകളെ സെപ്പറേറ്റ് ചെയ്യാമെന്നാണ്, കോമ്പൗണ്ടുകളിൽ നിന്ന് ആറ്റത്തെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമല്ല. ഓർഗാനിക് അനാലിസിസ് അത് നമുക്ക് ഡൗട്ട് വരാനുള്ള പോർഷനാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് മെറ്റൽസ് അത് നമുക്ക് ഡൗട്ട് വരാനുള്ള പോർഷനാണ്. പക്ഷേ ആൻസർ വരുന്നത് നമുക്ക് ഓർഗാനിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ അനാലിസിസ് ആണ്. അത് നമുക്ക് നോർമലി അങ്ങനെ വരാറില്ല. ഓർഗാനിക്കിൽ എന്തിൻ്റെ അനാലിസിസ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് മെറ്റൽസിൻ്റെയോ അല്ലെങ്കിൽ ആറ്റംസിൻ്റെയോ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തേക്കുന്നത്? നമ്മളുടെ AAS യൂസ് ചെയ്യുന്നത്. അറ്റോമിക് ലെവലിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? നമ്മളുടെ അനാലിസിസ് നടത്തുന്നത്. അതുകൊണ്ട് ഇതൊരു അറ്റോമിക് ടെക്നിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് മെറ്റൽസ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പക്കാ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദി സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻ AAS? AASൽ ലൈറ്റിൻ്റെ സോഴ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് സോഴ്സ് നമ്മൾ എടുക്കുന്ന സോഴ്സ് എന്താണെന്നാണ് ചോദ്യം. നമ്മൾ സോഴ്സുകളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ AASൻ്റെ ക്ലാസ്സിൽ. സോഴ്സ് നമ്മൾ ഹോളോ കാഥോഡ് ലാമ്പാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറഞ്ഞു. ഹോളോ കാഥോഡ് ലാമ്പ് ശരിയല്ലേ? ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്ന സെനോൺ ലാമ്പുണ്ട്, അല്ല, അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ദെൻ ടങ്സ്റ്റൺ ലാമ്പുണ്ട്, ഇല്ല. ഡ്യൂട്ടീരിയം ലാമ്പുണ്ട്, ഇല്ല. നമ്മൾ HCl ആണ് യൂസ് ചെയ്യുന്നത്. HClൻ്റെ പേര് ഹോളോ കാഥോഡ് ലാമ്പ് എന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മൾ എടുത്തു പറഞ്ഞതാണ് ഹോളോ കാഥോഡ് ലാമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പം നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ്, AASൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഹോളോ കാഥോഡ് ലാമ്പാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി റോൾ ഓഫ് ബർണർ ഇൻ AAS? AASൽ ബർണറിൻ്റെ റോൾ എന്താണ്? AASൽ ബർണർ ചെയ്യുന്നത്? റോൾ എന്താണ് നോക്കാം നമുക്ക്. ടു അയണൈസ് ദി സാമ്പിൾ, ടു കൺവേർട്ട് ആറ്റംസ് ഇൻ ടു അയോൺസ്, ടു ആറ്റമൈസ് ദി സാമ്പിൾ, ടു ഹീറ്റ് ദ ഡിറ്റക്ടർ. ഡിറ്റക്ടറിനെ ഹീറ്റ് ചെയ്യാൻ ഒരു പ്രയോജനമില്ലാത്തൊരു ഓപ്ഷനാണ്. ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വരുന്ന സിഗ്നൽസിനെ വരുന്ന ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിറ്റക്ടറിൻ്റെ ഫംഗ്ഷൻ. അത് പിന്നെ സിഗ്നൽസ് ആക്കി എന്തിന് കൊടുക്കുക? നമ്മുടെ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനോ കൊടുത്ത് റിസൾട്ട് കിട്ടുക. അതാണ് ഡിറ്റക്ടറിൻ്റെ ഉദ്ദേശം. അപ്പം ടു ഹീറ്റ് ദ ഡിറ്റക്ടർ ഒരു ആവശ്യമില്ലാത്ത സെൻറ്റൻസ് ആണ്. ടു അയണൈസ് ദി സാമ്പിളിനെ അയണൈസ് ചെയ്യാൻ നമുക്കത് ഹോൾഡിൽ വെക്കാം. ആ ഒരു സെൻറ്റൻസ് ടു അയണൈസ് ദി സാമ്പിളിനെ അയണൈസ് ചെയ്യാൻ, അയോൺസ് ആക്കി മാറ്റാൻ. ടു കൺവേർട്ട് ആറ്റംസ് ഇൻ ടു അയോൺസ്, ആറ്റംസിനെ അയോൺസ് ആക്കാൻ ഒരിക്കലും അല്ല. ടു ആറ്റമൈസ് ദി സാമ്പിൾ അത് നമുക്ക് നോക്കാം. സോ ഈ രണ്ട് ഓപ്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി പറയുന്നത് ബർണർ നമ്മൾ എടുക്കുന്നത് ആറ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. ആറ്റമൈസേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഫ്ലെയിം എടുക്കാറുണ്ട്. പിന്നെ അതിനൊക്കെ നമ്മളുടെ വേറൊരെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗ്രാഫൈറ്റിൻ്റെ കേസ്. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ എടുക്കാറുണ്ട്. നോർമലി നമ്മൾ ചെയ്യുന്നത് ഫ്ലെയിമാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന ആറ്റംസ് നമ്മളുടെ ഇതിനെ എന്ത് ചെയ്യുക? ആറ്റമൈസ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, ടു ആറ്റമൈസ് ദി സാമ്പിൾ. ഓപ്ഷൻ എ അല്ല. അയണൈസ് ചെയ്യാനോ കൺവേർട്ട് ആറ്റംസ് ഇൻ ടു അയോൺസ് ഒരിക്കലും നമ്മൾ ആറ്റംസ് ആക്കി മാറ്റാനാണ് ട്രൈ ചെയ്യുന്നത്. സോ ടു ആറ്റമൈസ് ദി സാമ്പിൾ. ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പം ബർണറിൻ്റെ റോൾ എന്ന് പറയുന്നത് സാമ്പിളിനെ ആറ്റമൈസ് ചെയ്യുക, അതാണ് ബർണറിൻ്റെ റോള്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഇൻ AAS വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻസ് ആർ മെഷേർഡ്? AASൽ ഏത് ടൈപ്പ് ട്രാൻസിഷൻസ് ആണ് നമ്മൾ നോർമലി മെഷർ ചെയ്യുന്നത്?
ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ മാറ്റം, ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻ ആറ്റംസിൻ്റെ കേസിൽ, വൈബ്രേഷണൽ ട്രാൻസിഷൻ, റൊട്ടേഷണൽ ട്രാൻസിഷൻ, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ മോളിക്യൂൾസ്. നമ്മൾ പറഞ്ഞു നമ്മളതിനെ ആറ്റമൈസ് ചെയ്യുന്നു, റേഡിയേഷൻസിനെ സോഴ്സിൽ നിന്ന് കടത്തിവിടുന്നു, ആ റേഡിയേഷൻ അത് അബ്സോർബ് ചെയ്യുന്നു. അപ്പം ആറ്റമൈസ് ചെയ്തതിന് ശേഷമാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഹയർ ലെവലിലോട്ട് പോകും, റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. എവിടെ നടക്കുന്നത്? ആറ്റംസിലാണ് നടക്കുന്നത്, മോളിക്യൂൾസിലല്ല. കാരണം ആറ്റമൈസ് ചെയ്തതിന് ശേഷമാണ് മറ്റേ ലൈറ്റ് വേവ്സിലോട്ട് ഈ ആറ്റംസിനെ എത്തിക്കുന്നത് നമ്മൾ. ശരിയല്ലേ? അപ്പം ആക്ച്വലി നെബുലൈസർ വെച്ചിട്ട് നമ്മൾ മോളിക്യൂൾസിനെ നമ്മുടെ ഫ്ലെയിമിലോട്ട് പ്ലഗ് ചെയ്ത് കൊടുക്കും. അത് ആറ്റമൈസ് ആക്കിയിട്ട് മുകളിലോട്ട് വരുമ്പോഴാണ് നമ്മളുടെ ഇത് പോകുന്നത്, സോഴ്സിൽ നിന്ന് ലൈറ്റ് പോകുന്നത്. അതിനെ അബ്സോർബ് ചെയ്ത് ഹയർ ലെവലിലോട്ട് പോയിട്ട് ബാക്കിയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ആ വോൾട്ടേജ് ഫ്ലക്സ് ആണ്, അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ലൈറ്റിൻ്റെ ആ ഡിഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ആറ്റംസ് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ആറ്റംസ്. വൈബ്രേഷണൽ ട്രാൻസിഷൻസ് അല്ല, റൊട്ടേഷണൽ ട്രാൻസിഷൻസ് അല്ല, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ മോളിക്യൂൾസ് അല്ല. നമ്മൾ ആറ്റമൈസ് ചെയ്തതിന് ശേഷമാണ് ഈ സോഴ്സിൽ നിന്നുള്ള റേഡിയേഷനിലോട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ആറ്റംസ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് മോണോക്രോമാറ്റർ ഇൻ AS? ASൽ മോണോക്രോമാറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഡിറ്റക്ടറിന് മുന്നേ നമ്മളൊരു മോണോക്രോമാറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ക്ലാസ് എടുത്തപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും പറഞ്ഞതാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ടു കൺവേർട്ട് ആറ്റംസ് ഇൻറ്റു അയോൺസ്, ആറ്റംസിനെ അയോൺസ് ആക്കി മാറ്റുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടു ഐസൊലേറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ടു ഹീറ്റ് ദ സാമ്പിളിനെ ഹീറ്റ് ചെയ്യാനാണ് നമ്മൾ ബർണർ എടുത്തേക്കുന്നത്. ബർണറിൻ്റെ ഡെഫിനിഷനാണ്. ടു ഡിറ്റക്ട് ദി അറ്റോമിക് അബ്സോർപ്ഷൻ ഡിറ്റക്ട് ചെയ്യാം. അറ്റോമിക് അബ്സോർപ്ഷൻ ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ ഡിറ്റക്ടറിനെ യൂസ് ചെയ്തേക്കുന്നത്. സോ ഇത് അതിൻ്റെയും സെൻറ്റൻസ് അല്ല. സോ ടു ഐസൊലേറ്റ് എ സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വേവ് ലെങ്തിനെ മാത്രം, അതായത് എക്സ്ട്രാ ഏതെങ്കിലും ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി നമുക്ക് വേണ്ടതിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആറ്റത്തിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ മാത്രം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടതിനെ മാത്രം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോണോക്രോമാറ്ററിനെ യൂസ് ചെയ്തേക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ടു ഐസൊലേറ്റ് എ സ്പെസിഫിക് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഒരു പ്രത്യേക തരം വേവ് ലെങ്തിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോണോക്രോമാറ്റർ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വിച്ച് ഗ്യാസ് ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ഫ്ലെയിം ഫോർ AS? ഏത് ഗ്യാസാണ് കോമൺ ആയിട്ട് ഫ്ലെയിമായിട്ട് AASൽ യൂസ് ചെയ്യുന്നത്? ഏത് ഗ്യാസാണ് ഫ്ലെയിമിൻ്റെ ഫ്യൂവലായിട്ട് AASൽ യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അസറ്റോൺ എയർ അല്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളതും പിന്നെ അതിനകത്ത് വെലോസിറ്റിയുടെ വാല്യൂ ഉള്ളതും അല്ലേ. അപ്പം ഏതാ? അസറ്റ്ലീൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അസറ്റ്ലീൻ എയർ മിക്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി ഹീലിയം, ഹൈഡ്രജൻ, നൈട്രജൻ ഒന്നും അല്ല. ആൻസർ ഓപ്ഷൻ സി ആണ് അസറ്റ്ലീൻ ഓക്സിജൻ ഫ്ലെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് നെബുലൈസർ ഇൻ AS? നെബുലൈസറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മളത് ഓൾറെഡി പറഞ്ഞതുമാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ടു മിക്സ് ഫ്യൂവൽ ആൻഡ് ഓക്സിഡൻറ്റ്. ടു ആറ്റമൈസ് ദി സാമ്പിൾ ബർണറിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ, അത് ഇതിൻ്റെ ഫംഗ്ഷനല്ല, ബർണറിൻ്റെ ഫംഗ്ഷനാണ്. ടു ഡിറ്റക്ട് ലൈറ്റ്, അത് ഡിറ്റക്ടറിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ. ടു മിക്സ് ഫ്യൂവൽ ആൻഡ് ഓക്സിഡൻറ്റ്, ഫ്യൂവലും ഓക്സിഡൻറ്റും കൂടെ മിക്സ് ചെയ്യുന്നു. അത് ബർണറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അസറ്റ്ലീൻ എയർ, അവിടെ എയർ ആണ് ഓക്സിഡൻറ്റ്, അസറ്റ്ലീൻ ആണ് ഫ്യൂവൽ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത് ബർണറിലാണ്, അവിടെ ബർണറിലാണ് നടക്കുന്നത്. അത് നെബുലൈസർ അത് ചെയ്യാനാണോ അതോ ടു സ്പ്രേ ദ സാമ്പിൾ ആസ് ആൻ എയറോസോൾ, സാമ്പിളിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണോ നമ്മൾ നെബുലൈസറിനെ യൂസ് ചെയ്യുന്നത്? ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു സാമ്പിളിനെ ബർണറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നെബുലൈസറുകൾ വഴിയാണ്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. അപ്പം നമ്മൾ എടുക്കുന്ന ലിക്വിഡ് സാമ്പിൾ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, അതിനെ നമ്മളുടെ ബർണറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്ത് വഴിയാണ്? ഈ നെബുലൈസർ വഴിയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രേ ചെയ്യുമ്പോഴാണ് ഇവരെ ഈസിയായിട്ട് നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റുന്നത്? ആറ്റമൈസ് ചെയ്യാൻ ബർണറുകൾക്ക് പറ്റുന്നത്. സോ അതുകൊണ്ട് നെബുലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് സാമ്പിളിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ്, എയറോസോളിൻ്റെ ഫോമിൽ. ഓക്കെ. പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ ടു മിക്സ് ഫ്യൂവൽ ആൻഡ് ഓക്സിഡൻ്റ് ആണ്. അത് നമ്മൾ ബർണറിൽ തന്നെ ചെയ്യുന്ന കാര്യമാണ്. അവിടെ മിക്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഓപ്ഷൻ എ അല്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടു സ്പ്രേ ദ സാമ്പിൾ അസ് ആൻ എയറോസോൾ, സാമ്പിളിനെ ഒരു എയറോസോൾ പോലെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നെബുലൈസർ യൂസ് ചെയ്യുന്നത്. അടുത്തിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് AAS? ഇതിൽ AASൻ്റെ മേജർ അഡ്വാൻറ്റേജ് എന്താണ്? അത് നമ്മൾ
എക്സ്ട്രാ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, എക്സ്ട്രാ ഒരു ടോപ്പിക്ക് പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. നമുക്ക് നോക്കാം, അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുമ്പോഴത്തേക്ക്. ലോ ഡിറ്റക്ഷൻ ലിമിറ്റ് ഫോർ മെറ്റൽസ്, അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഹൈ റെസൊല്യൂഷൻ ഓഫ് മോളിക്കുലാർ ബാൻഡ്സ്, നോ നീഡ് ഫോർ സാമ്പിൾ പ്രിപ്പറേഷൻ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമ്മൾ LOD എന്ന് പറയുന്ന ഒരു കേസ് പഠിച്ചായിരുന്നു, ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു. അതിൽ മെറ്റൽസിൻ്റെ ബില്യൺ, പാർട്സ് പെർ ബില്യണിലാണ് നമ്മൾ ലിമിറ്റ് പറയുന്നത് അല്ലേ. അതിനകത്ത് നമ്മുടെ AASന് ഭയങ്കര ഫ്ലെയിമിൻ്റെ കേസിൽ ലിമിറ്റ് കുറവ്, ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷൻ ഏറ്റവും കുറവ്. നമ്മൾ AAS മീൻസ് ഫ്ലെയിം എമിഷൻസ്, ഫ്ലെയിം അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി, ദെൻ മറ്റേത് നമ്മളുടെ ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്ന 2 കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കേസിലും നമ്മൾ LODയുടെ വാല്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു, മറ്റുള്ള ടേബിൾ പോലെ. അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെഫിനറ്റ് ആയിട്ട് നമുക്കിത് എന്താ എക്സാമിന് ചോദിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ AASൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ PPBയിലാണ് ഈ ലിമിറ്റ് പറയുന്നത്. PPB പാർട്സ് പെർ ബില്യൺ. സോ പാർട്സ് പെർ ബില്യണിൽ നമുക്ക് അത്രയും ലിമിറ്റ്, വളരെ കുറഞ്ഞ എമൗണ്ടിനെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആരുടെ കേസിൽ? AASൻ്റെ കേസിൽ. സോ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ഡിറ്റക്ഷൻ ലിമിറ്റ് ഫോർ മെറ്റൽസിൻ്റെ കേസിലുള്ള ലോ ഡിറ്റക്ഷൻ ലിമിറ്റ്, വളരെ കുറഞ്ഞ എമൗണ്ടിൽ മെറ്റൽ അതിനകത്ത് പ്രസൻ്റ് ആണെങ്കിൽ പോലും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് AASന് വളരെ സിമ്പിളാണ്. സോ ആൻസർ ഓപ്ഷൻ A ആണ്, ലോ ഡിറ്റക്ഷൻ ലിമിറ്റ്, വളരെ കുറഞ്ഞ ഡിറ്റക്ഷൻ ലിമിറ്റ്. LOD നമ്മൾ പറഞ്ഞായിരുന്നു, ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷൻ, അത് പാർട്സ് പെർ ബില്യണിലാണ് നമ്മൾ AASൻ്റെ കേസിൽ പറയുന്നത്. സോ AASൻ്റെ കേസിൽ നമ്മൾ ബില്യണിലൊന്നും, ചിലതൊക്കെ ബില്യണിൽ പറയാറുണ്ട്, ചിലത് ബില്യണിൽ പറയുന്നില്ല. ഇതിനെക്കാട്ടി എന്തായാലും ഡിറ്റക്ഷൻ ലിമിറ്റ് കൂടുതലാണ് AESൻ്റെ കേസിൽ. ഓക്കെ, സോ ആൻസർ ലോ ഡിറ്റക്ഷൻ ലിമിറ്റ് ഫോർ മെറ്റൽസ് ആണ്. ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. The absorption of which kind of radiation is measured in AAS? ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണ് AASൽ നമ്മൾ മെഷർ ചെയ്യുന്നത്? അത് സ്പെക്ട്രോസ്കോപ്പി അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി. കാരണം നമ്മളിവിടെ എടുക്കുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. നമ്മളിത് ഇവിടെ തന്നെ പറഞ്ഞ കാര്യമാണ്, ഇലക്ട്രോണിക് ട്രാൻസിഷൻ അല്ലേ. അതായത് ആറ്റംസ് ആക്കി നമ്മൾ ആറ്റമൈസ് ചെയ്യുന്നു നമ്മുടെ സാമ്പിളിനെ. ആറ്റമൈസ് ചെയ്ത സാമ്പിളിനകത്തോട്ട് ഒരു സോഴ്സ് വഴി നമ്മൾ സ്യൂട്ടബിൾ റേഡിയേഷനെ പാസ് ചെയ്ത് കൊടുക്കുന്നു, റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുന്നു, അതിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. സ്പെക്ട്രോസ്കോപ്പിയിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് UV വിസിബിൾ ആണ്. UV വിസിബിൾ. സോ നമ്മൾ പാസ് ചെയ്യേണ്ട റേഡിയേഷൻ ഏത് റീജിയനിൽ തന്നെ ആയിരിക്കണം? UV വിസിബിളിൽ തന്നെ ആയിരിക്കണം. സോ ആൻസർ ഓപ്ഷൻ A ആണ്. എക്സ്റേയിൽ XPS ആണ്, അവിടെ ഇന്നർഷ്യൽ ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റേഷൻ, അവിടെയും ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റേഷൻ ആണ് എക്സ്റേ വരുമ്പോഴും നടക്കുന്നത്. കാരണം നമുക്ക് എക്സ്റേ ഫോട്ടോൺ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, XPS ആണ് ഇവിടെ വരുന്ന സ്പെക്ട്രോസ്കോപ്പി എക്സ്റേയിൽ. അപ്പോൾ എക്സ്റേ നമ്മൾ കൊടുക്കാകുമ്പോഴത്തേക്ക് വാലൻസ് ഇലക്ട്രോൺസ് അല്ല പോകുന്നത്, ഇന്നർഷ്യൽ ഇലക്ട്രോൺസ് ആണ് പോകുന്നത്. പിന്നെ ഇൻഫ്രാറെഡ് ആകുമ്പോഴത്തേക്ക് അവിടെ എന്തുമാത്രം വൈബ്രേഷണൽ ചേഞ്ചാണ് വരുന്നത്. മൈക്രോവേവ് ആകുമ്പോൾ റൊട്ടേഷണൽ ചേഞ്ചാണ്, അവിടെ ട്രാൻസിഷൻസ് ഒന്നും നടക്കുന്നില്ല. റൊട്ടേഷൻ ചേഞ്ച് വരുന്നു, മറ്റേടത്ത് വൈബ്രേഷൻ ചേഞ്ച് വരുന്നു. സോ ആൻസർ വരുന്നത് അൾട്രാവയലറ്റ് വിസിബിൾ, UV വിസിബിൾ റീജിയനിലാണ് നമ്മൾ AASൻ്റെ റേഡിയേഷൻസ് മെഷർ ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് AAS? ഇതിൽ ഏതാണ് AASൻ്റെ ലിമിറ്റേഷൻ അല്ലാത്തത്? സിംഗിൾ എലമെൻറ്റ് അനാലിസിസ്. ഓക്കെ, അത് ഒരു ലിമിറ്റേഷനാണ്. കാരണം നമ്മൾ പറഞ്ഞു AASൻ്റെ കേസിൽ നമുക്ക് നമ്മൾ ഒരുപാട് മൾട്ടിപ്പിൾ ഡിറ്റക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ എക്സാമ്പിൾ എല്ലാം പറഞ്ഞതുമാണ്. AASൻ്റെ കേസിൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് നേരം ഡിറ്റക്ട് ചെയ്തിട്ട് അതിനുശേഷം അടുത്ത സെറ്റിനെ ഡിറ്റക്ട് ചെയ്യുക, അങ്ങനെ അടുപ്പിച്ച് ഡിറ്റക്ട് ചെയ്യേണ്ടി വരും. AASൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സിംഗിൾ എലമെൻറ്റ് അനാലിസിസ് ആണ്. അത് AASൻ്റെ ലിമിറ്റേഷനാണ്. ലിമിറ്റേഷൻ അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ആക്ച്വലി ഇതൊരു ലിമിറ്റേഷനാണ്. രണ്ടാമത്തത് നീഡ് ഫോർ ഫ്ലെയിം ഓർ ഫർണസ്. ഫ്ലെയിമിൻ്റെയോ ഫർണസിൻ്റെയോ ആവശ്യകത, അതും ഒരു ലിമിറ്റേഷനാണ്. ഇൻ്റർഫറൻസ് ബൈ അതർ എലമെൻറ്റ്സ് ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരേ അബ്സോർപ്ഷൻ ബാൻഡ് വരും, നമ്മളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേ അബ്സോർപ്ഷൻ ബാൻഡ് വരുമ്പോഴത്തേക്ക് ആ ബാൻഡ് ഓവർലാപ്പ് ചെയ്യും. അപ്പം നമ്മൾ ആ ഇൻ്റർഫറൻസ് അവിടെ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളുടെ അതിനെ വേറൊരു അബ്സോർപ്ഷൻ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതും ഒരു ലിമിറ്റേഷനാണ്. ഇതും ഹൈ സെൻസിറ്റിവിറ്റി, ഇത് ലിമിറ്റേഷൻ അല്ല, ഇത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് AASന് സെൻസിറ്റിവിറ്റി കൂടുതലാണ്, ഹൈ സെൻസിറ്റീവാണ്.
സോ അതതിൻ്റെ ലിമിറ്റേഷൻ അല്ല, അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹൈ സെൻസിറ്റീവ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മെറ്റൽസിൻ്റെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് AS യൂസ് ചെയ്യുന്നെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹൈ സെൻസിറ്റിവിറ്റി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വാട്ട് ടൈപ്പ് ഓഫ് സാമ്പിൾ ഇൻട്രൊഡക്ഷൻ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ AS? ഏത് ടൈപ്പ് സാമ്പിൾ ഇൻട്രൊഡക്ഷനാണ് മെയിനായിട്ടും നമ്മൾ AASൽ ചെയ്യുന്നത്? AASൽ നമ്മൾ ചെയ്യുന്ന മെയിൻ സാമ്പിൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലാണ്. നമ്മൾ നെബുലൈസറിലോട്ട് കൊടുത്തിട്ട് അതിൽ നിന്നാണ് സ്പ്രേ ചെയ്യുന്നത്. ലിക്വിഡ് ഫോമിൽ വരുമ്പോഴാണ് നമുക്ക് സ്പ്രേ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. ഗ്യാസോ സോളിഡോ ഫോമിലോ ആണെങ്കിൽ അതിന് അത്ര ഇമ്പാക്റ്റ് കിട്ടത്തില്ല. സോ ഡെഫിനറ്റ് ആയിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ കൂടുതലും നെബുലൈസർ വഴി നമ്മുടെ സാമ്പിളിനെ എന്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന, ഫ്ലെയിമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആറ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് ലിക്വിഡ് ഫോം. ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, വിച്ച് കമ്പോണന്റ് ഓഫ് AAS ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ടിങ് ദ അബ്സോർബ്ഡ് റേഡിയേഷൻ? ഏതാണ് അബ്സോർബ്ഡ് റേഡിയേഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്ന AASൻ്റെ കമ്പോണൻറ്റ്? ഡിറ്റക്ടർ, ബർണർ, നെബുലൈസർ, സാമ്പിൾ സെൽ. ഏതാ? നമ്മളുടെ ഡിറ്റക്ടറാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെബുലൈസർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്, ബർണർ കത്തിക്കാൻ, സാമ്പിൾ സെൽ സാമ്പിൾ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ എ ആണ്. ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദി ആറ്റമൈസേഷൻ ഇൻ ഫ്ലെയിം ഓഫ് AAS ഹാപ്പൻസ് ഡ്യൂ ടു? ആറ്റമൈസേഷൻ എന്തുകൊണ്ടാണ് AASൽ നടക്കുന്നത്? എന്തുവഴിയാണ് നടക്കുന്നത്? ഓക്സിഡേഷൻ, അയണൈസേഷൻ, റിഡക്ഷൻ, വേപ്പറൈസേഷൻ. പറ, ഏതായിരിക്കും ആൻസർ? കോമൺലി നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്തായാലും അയണൈസേഷൻ റിഡക്ഷനും അല്ല, അത് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. അയണൈസേഷനും റിഡക്ഷനും. ഓക്സിഡേഷൻ ആണോ വേപ്പറൈസേഷൻ? അത് നമ്മൾ കോമൺലി എന്ത് ചെയ്യും? ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ചേഞ്ച് വരുന്നു. സോ അതല്ല, ആക്ച്വലി വേപ്പറൈസേഷൻ ആണ്. നമ്മൾ നെബുലൈസറിൽ വേപ്പേഴ്സിൻ്റെ ഫോമിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് പെട്ടെന്ന് ആറ്റമൈസ് ചെയ്യാൻ അതിനെ സഹായിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, വേപ്പറൈസേഷൻ. സോ ആറ്റമൈസേഷൻ AASൽ സാധ്യമാവുന്നത് എന്തുവഴിയാണ്? വേപ്പറൈസേഷൻ വഴിയാണ്. വേപ്പേഴ്സായിട്ട് മാറ്റാൻ പറ്റുന്നതുകൊണ്ടാണ് ആറ്റമൈസേഷൻ സഹായകമായിട്ട് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഇൻ്റർഫറൻസ് ഇൻ AAS അനാലിസിസ്? AA അനാലിസിസിൽ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥിരം കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്താണ്? AASൽ സ്ഥിരം കാണുന്നൊരു ബുദ്ധിമുട്ട്. AAS നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്നൊരു ബുദ്ധിമുട്ട് എന്താണ്? ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. സ്പെക്ട്രൽ ഓവർലാപ്പ്, ഫ്ലെയിം സ്റ്റെബിലിറ്റി, സാമ്പിൾ കോൺസെൻട്രേഷൻ, ഡിറ്റക്ടർ സെൻസിറ്റിവിറ്റി. നമ്മൾ പറയുന്നത് ഇൻ്റർഫറൻസ് ഏതാണെന്നാണ്. ഡിറ്റക്ടർ സെൻസിറ്റിവിറ്റി നമുക്ക് ഡിറ്റക്ടറിന് സെൻസിറ്റീവായിട്ട് ഡിറ്റക്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ലിമിറ്റേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു പൊട്ടൻഷ്യൽ ഇൻ്റർഫറൻസ് ആണ് നമുക്ക് പറയും. ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ വേറൊരാളുടെ തടസ്സമാണ്. അത് ഡിറ്റക്ടറുടെ തടസ്സമല്ല, അത് തടസ്സം സൃഷ്ടിക്കത്തുമില്ല. നമുക്ക് നമ്മുടെ നടന്ന പ്രോസസ്സിനോ കാര്യങ്ങൾക്കൊന്നും തടസ്സം വരുത്തത്തുമില്ല. സോ ഡിറ്റക്ടർ സെൻസിറ്റിവിറ്റി അല്ല. ഫ്ലെയിം സ്റ്റെബിലിറ്റി, ഫ്ലെയിമിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ അനാലിസിസിനെ ബാധിക്കാറുണ്ട്. സോ അതൊരു ഹോൾഡിൽ വെക്കാം നമുക്ക്. ബി, ഓപ്ഷൻ ബി. ഓപ്ഷൻ സിയിലോട്ട് വന്നാൽ സാമ്പിൾ കോൺസെൻട്രേഷൻ. സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് പല രീതിയിൽ നമ്മൾ അനാലിസിസ് ചെയ്യാറുണ്ട്. നമുക്ക് ഡയലൂട്ട് സൊല്യൂഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ വളരെ ലോ എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഹൈ എമൗണ്ട് ആണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ലൈൻ ഓഫ് ഡിറ്റക്ഷൻ ഉണ്ട്, ആ ലൈൻ വരെ നമുക്ക് സുഖമായിട്ടുണ്ട്, അതിന് മുകളിൽ എത്ര വന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ സാമ്പിൾ കോൺസെൻട്രേഷൻ ഒരു ഇൻ്റർഫറൻസ് അല്ല നമുക്ക്. ഓക്കെ, കാരണം എത്ര ലോ കോൺസെൻട്രേഷൻ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പാർട്സ് പെർ ബില്യണിലാണ്. അതുകൊണ്ട് എത്ര ലോ ആണെങ്കിലും നമുക്കത് പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ല നമുക്ക്. പിന്നെ സ്പെക്ട്രൽ ഓവർലാപ്പ്, ഇത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അലൂമിനിയത്തിൻ്റെ കേസ് പറഞ്ഞതാണ്. ഇതിൽ രണ്ടിൽ ഏതാണ്? സ്പെക്ട്രൽ ഓവർലാപ്പാണോ ഫ്ലെയിം സ്റ്റെബിലിറ്റി ആണോ? ഡെഫിനറ്റ് ആയിട്ടും സ്പെക്ട്രൽ ഓവർലാപ്പാണ്. കാണുന്നത് നമ്മൾ പറഞ്ഞു, ഒരാളുടെ ഡിറ്റക്ഷൻ, അത് അയാൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, ആ റേഡിയേഷൻ്റെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു വാല്യൂവിൽ തന്നെ വേറെ ആരെങ്കിലും അബ്സോർബ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഓവർലാപ്പ്, സ്പെക്ട്രൽ ഓവർലാപ്പ് വരും. ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി ഒരാളുടെ വാല്യൂ നമ്മൾ വേറൊരു വാല്യൂയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ഫ്ലെയിം സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം കോമൺ യൂസ് ചെയ്യുന്ന അസറ്റൈലിൻ ഓക്സിജൻ ഫ്ലെയിമാണ്. അത് കുറച്ചും കൂടെ സ്റ്റേബിളാണ്. അതുകൊണ്ടാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്, നമ്മളത് പറഞ്ഞതുമാണ്. ഓക്കെ, അപ്പം സോ ഫ്ലെയിം സ്റ്റെബിലിറ്റി ഒരു റീസൺ ആയിട്ട് വരാമെങ്കിലും ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്പെക്ട്രൽ ഓവർലാപ്പാണ്. സ്പെക്ട്രൽ ലൈൻസ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നതാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്.
സോ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി റോൾ ഓഫ് ഓക്സിഡൻറ്റ് ഇൻ ഫ്ലെയിം AAS? ഫ്ലെയിം AASൽ ഓക്സിഡൻറ്റിൻ്റെ റോൾ എന്താണ്? ഓക്സിഡൻറ്റിൻ്റെ റോൾ എന്താണ് നോക്കാം. ടു അയണൈസ് ദി സാമ്പിളിനെ അയണൈസ് ചെയ്യണം. ഒരിക്കലുമില്ല, സാമ്പിൾസിനെ നമ്മൾ ആറ്റമൈസ് ചെയ്യുകയാണ്. ആൻസർ ഓപ്ഷൻ എ അല്ല. ടു കൂൾ ദി ഫ്ലെയിം കൂളാക്കാൻ. ഒരിക്കലുമല്ല. ഫ്ലെയിം എന്തിനാണ് നമ്മൾ കൂളാക്കുന്നത്? ഫ്ലെയിം കത്തിക്കോട്ടെ. ടു എയ്ഡ് ഇൻ ഡിറ്റക്ഷൻ എയ്ഡിന് വേണ്ടി. ഒരിക്കലുമല്ല. ഓക്സിഡൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ്ലീൻ ഓക്സിജൻ അല്ലെങ്കിൽ അസറ്റ്ലീൻ എയർ ഫ്ലെയിം ആണ്. അത് നമ്മൾ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഫ്യൂവലാണ് അസറ്റ്ലീൻ. അതിനകത്ത് ഓക്സിജൻ സപ്ലൈ ചെയ്താൽ അത് കത്തത്തുള്ളൂ. കത്തിയാലേ നമുക്ക് ഫ്ലെയിം കിട്ടത്തുള്ളൂ. സോ ഇറ്റ് ആക്ച്വലി ടു സപ്ലൈ ഓക്സിജൻ ഫോർ കമ്പഷൻ. ആ അസറ്റ്ലീൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഫ്യൂവൽ കത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫ്യൂവലാണ് എടുക്കുന്നത് അത് കത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? ഓക്സിജനെ യൂസ് ചെയ്യുന്നത്. സോ ഓക്സിഡൻറ്റ് മീൻസ് ഓക്സിജൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ്. നെക്സ്റ്റിലോട്ട് പോകുന്നു. വിച്ച് എലമെൻറ്റ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ AAS? നമ്മൾ മെറ്റൽ അയോൺസിനെയാണ് കോമൺ ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് AS വഴി. മെറ്റൽ അല്ലാത്ത ഒരാളെ ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇതെല്ലാം മെറ്റൽസ് ആണ്. സോ നോൺ മെറ്റൽ ആയിട്ടുള്ള ആൾ ഹൈഡ്രജൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം മെറ്റൽസിനെയാണ് നമ്മൾ മെറ്റൽ ഫോമിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. Why is a background correction often necessary in AS? എന്തുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ പലപ്പോഴും ഒരു നെസസറി കണ്ടീഷനായിട്ട് AASൻ്റെ കേസിൽ വരുന്നത്? ടു റിമൂവ് നോയ്സ് ഫ്രം ദി മോണോക്രോമാറ്റർ നോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സൗണ്ടൊന്നുമല്ല മെഷർ ചെയ്യുന്നത്. ടു അക്കോർഡ് ഫോർ അബ്സോർപ്ഷൻ ബൈ മെട്രിക്സ് കമ്പോണൻറ്റ്. ടു ഇംപ്രൂവ് ദ ഫ്ലെയിം ടെമ്പറേച്ചർ. ടു എൻഹാൻസ് ഡിറ്റക്ടർ റെസ്പോൺസ്. എന്തുകൊണ്ടാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ വേണ്ടി വരുന്നത്? ടു അക്കൗണ്ട് ഫോർ ദി അബ്സോർപ്ഷൻ ബൈ മെട്രിക്സ് കമ്പോണൻസ്. വേറെ ഏതെങ്കിലും കമ്പോണൻസ് അവിടെയുണ്ട്, അത് അബ്സോർപ്ഷൻ നടത്തി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ നമ്മൾ എപ്പോഴും AASൽ ചെയ്യുന്നത്. നമ്മൾ ആറ്റമൈസ് ചെയ്യുന്ന സാമ്പിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മെറ്റൽ ആളാണ് ഈ അബ്സോർപ്ഷൻ തരേണ്ടത്. അതല്ലാതെ വേറെ ഏതെങ്കിലും കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അവർ അബ്സോർപ്ഷൻ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. സോ ടു അക്കൗണ്ട് ഫോർ ദി അബ്സോർപ്ഷൻ ബൈ മെട്രിക്സ് കമ്പോണൻ്റ് അബ്സോർപ്ഷൻ്റെ അക്കൗണ്ട്, അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ കോമൺ ആയിട്ട് ചെയ്യുന്നത്. സോ ഇംപ്രൂവ് ഫ്ലെയിം ടെമ്പറേച്ചറോ ഡിറ്റക്ടർ റെസ്പോൺസ് എൻഹാൻസ് ചെയ്യാനോ ഒന്നുമല്ല. മെട്രിക്സ് കമ്പോണൻ്റ് അബ്സോർപ്ഷൻ ഇല്ലാണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ഗ്രാഫൈറ്റ് ഫർണസ് ഓവർ എ ഫ്ലെയിം ഇൻ AS? ഗ്രാഫൈറ്റ് ഫർണസ് ഫ്ലെയിം ഫർണസിന് പകരം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? Higher atomization temperature, better sensitivity to trace elements, ability to analyze solid samples directly, all of the above. നോക്കാം. ഹയർ ആറ്റമൈസേഷൻ ടെമ്പറേച്ചർ ശരിയാണ്, നമ്മളത് എടുത്ത് പറഞ്ഞതുമാണ്. മെറ്റയാളെ കാട്ടിയും നമ്മുടെ ഫ്ലെയിമിനെ കാട്ടിയും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളുടെ ഗ്രാഫൈറ്റ് ഫർണസ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്രാഫൈറ്റ് ഫർണസ്. എയും വരും നമുക്ക് ആൻസർ ആയിട്ട്. ബെറ്റർ സെൻസിറ്റിവിറ്റി ഓഫ് ഫോർ ട്രേസ് എലമെൻറ്റ്സ്, അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. നമ്മളുടെ നോർമൽ ഫ്ലെയിമിനെ കാട്ടിയും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളുടെ ഫ്ലെയിം. സോ ഇതും വരും. എബിലിറ്റി ടു അനലൈസ് സോളിഡ് സാമ്പിൾ ഡയറക്റ്റ്, അതും വരും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. ഇതെല്ലാം നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ട്. എബിലിറ്റി ടു അനലൈസ് സോളിഡ് സാമ്പിൾസ് ഡയറക്റ്റ്ലി, അത് വരുന്നുണ്ട്. സോളിഡ് സാമ്പിൾസിനെ ഡയറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഗ്രാഫൈറ്റ് ഫർണസിൻ്റെ അഡ്വാൻറ്റേജസ് ഫ്ലെയിം ഫർണസിനെ കാട്ടി. അടുത്തിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി ഡിറ്റക്ഷൻ ലിമിറ്റ് ഓഫ് മോസ്റ്റ് എലമെൻറ്റ്സ് ഇൻ AS? ASലുള്ള മിക്ക എലമെൻറ്റ്സിൻ്റെയും ഡിറ്റക്ഷൻ ലിമിറ്റ് എത്രയാണ്? ASലുള്ള മിക്ക ആൾക്കാരുടെയും ഡിറ്റക്ഷൻ ലിമിറ്റ് വരുന്നത് പാർട്സ് പെർ ബില്യണിലാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർട്സ് പെർ ബില്യൺ. മില്യണോ പെർസെൻറ്റേജോ തൗസൻഡോ ഒന്നുമല്ല, ബില്യൺ. അത്രയും ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷനാണ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ഡിറ്റക്ഷനാണ് ആർക്ക് വരുന്നത്? നമ്മളുടെ ASന് വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഹൈ സെൻസിറ്റിവിറ്റി ആണെന്നും പറയുന്നത്. ഇത്രയും ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ പോലും നമുക്ക് അയാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പോകുന്നു.
Which of the following is a commonly used background correction technique in AS? ഇതിൽ ഏതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ ടെക്നിക്ക്? സീമൻ എഫക്റ്റ് കറക്ഷൻ, ഫ്ലെയിം എമിഷൻ കറക്ഷൻ, ഫുറിയർ ട്രാൻസ്ഫോർമേഷൻ കറക്ഷൻ, ഗ്രേറ്റിംഗ് കറക്ഷൻ. നമ്മൾ കോമൺ ആയിട്ട് ASൽ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ എന്ന് പറയുന്നത് ഫ്ലെയിം എമിഷൻ കറക്ഷനാണ്. ഫ്ലെയിം എമിഷൻ കറക്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് വരുന്ന റേഡിയേഷൻസ്, അതിനകത്തുനിന്ന് വരുന്ന ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ കറക്റ്റാക്കി, അതിനകത്തുനിന്ന് ആറ്റംസിനെ കറക്റ്റാക്കി കൊണ്ടുവന്ന് അതിനെ പിന്നെ നമ്മുടെ സോഴ്സിൽ നിന്ന് റേഡിയേഷനെ കൊണ്ട് അബ്സോർബ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു നമുക്ക് വരുന്ന ആറ്റംസിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് നെബുലൈസേഷനും ആറ്റമൈസേഷനും കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് രീതിയിൽ ബാക്കിയുള്ള പ്രൊസീജിയർ പോകത്തുള്ളൂ. സോ ഡെഫിനറ്റ് ആയിട്ടും ഫ്ലെയിം എമിഷൻ കറക്റ്റാണ് നമ്മൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി ചെയ്യുന്ന ഒരു കറക്ഷൻ എന്ന് പറയുന്നത് ഫ്ലെയിം എമിഷൻ കറക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ഹൗ ഈസ് ദി ലൈറ്റ് ഇൻറ്റൻസിറ്റി മെഷേർഡ് ഇൻ AS? എങ്ങനെയാണ് നമ്മൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി ASൽ മെഷർ ചെയ്യുന്നത്? ബൈ ദി അബ്സോർപ്ഷൻ ഓഫ് സ്പെക്ട്ര, ബൈ ദി എമിഷൻ ഓഫ് സ്പെക്ട്ര, ബൈ ദി ട്രാൻസ്മിറ്റൻസ്, ബൈ ദി അബ്സോർബൻസ്. നമ്മൾ എടുത്തു പറഞ്ഞു അബ്സോർപ്ഷനാണ് നടക്കുന്നത്, പക്ഷെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തായിട്ടാണ്? അബ്സോർബൻസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. അബ്സോർബൻസ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബി അല്ലേ, എ അല്ലേ, ബൈ ദി അബ്സോർപ്ഷൻ സ്പെക്ട്ര അങ്ങനെയല്ലേ, അബ്സോർബൻസ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തിലോട്ട് പോകുന്നു. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഓക്സിഡൻറ്റ് ഇൻ AAS? ഇതിലേത് ഗ്യാസിനെയാണ് നമ്മൾ AASൽ ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് എയർ ആണ്. എയർ ആണ്. ഓക്സിജൻ നമ്മൾ കൊടുക്കുന്ന എയറിൽ ഓക്സിജൻ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ആണ്. നൈട്രജനും കൊണ്ട് എയർ ആണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് എയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ഗ്യാസ് എന്ന് പറയുന്നത് എയർ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലെയിം AAS ഓവർ ദി അതർ മെത്തേഡ്സ്? ബാക്കിയുള്ള മെത്തേഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ AASൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, സിമ്പിൾ ഓപ്പറേഷൻ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഹൈ ഡിറ്റക്ഷൻ ലിമിറ്റ്, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. മൾട്ടിപ്പിൾ എലമെൻറ്റ് അനാലിസിസ്, ഷോർട്ട് അനാലിസിസ് ടൈം, അനാലിസിസിന് ടൈം എടുക്കാറുണ്ട്. സോ സിമ്പിൾ ഓപ്പറേഷനും ഹൈ ഡിറ്റക്ഷൻ ലിമിറ്റും അതിൽ കുറച്ചും കൂടെ എന്താ അഡ്വാൻറ്റേജിൻ്റെ കാര്യത്തിലോട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, സോ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ലെവലിലോട്ട് പോകുമ്പോഴത്തേക്ക് ഹൈ ഡിറ്റക്ഷൻ, സിമ്പിൾ ഓപ്പറേഷൻ. ഡിറ്റക്ഷൻ കൂടുതലാണ്, ഓപ്പറേഷൻ സിമ്പിളാണ്. സോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഡിറ്റക്ഷൻ ഹൈ ഡിറ്റക്ഷൻ ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വരുന്ന വേറെയും ആൾക്കാർ കാണും, പക്ഷേ സിമ്പിൾ ഓപ്പറേഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ. സോ അതാണ് അതിനെ കൂടുതലും അഡ്വാൻറ്റേജസ് ആക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ഓപ്പറേഷൻ വളരെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷനാണ് AASൽ നമുക്കുള്ളത്. ഒന്നുമില്ല, കാരണം സാമ്പിളിനെ കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു. നമ്മൾ ആ പിക്ചർ കാണിച്ചു തന്നെയല്ലേ, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുള്ളൂ. സിമ്പിൾ ഓപ്പറേഷൻ, ആ മെഷീൻ മാത്രം നമുക്ക് ഇതുണ്ട്, പിന്നെ ഓപ്പറേഷൻസ് എല്ലാം വളരെ സിമ്പിളാണ്. അടുത്തിലോട്ട് പോകുന്നു. വിച്ച് ടൈപ്പ് ഓഫ് അറ്റോമിക് ട്രാൻസിഷൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ അബ്സോർപ്ഷൻ ഇൻ AS? ഇതിലേത് ടൈപ്പ് അറ്റോമിക് ട്രാൻസിഷൻസ് ആണ് AASൻ്റെ അബ്സോർപ്ഷന് കാരണമാകുന്നത്? ഒന്ന്, ഗ്രൗണ്ട് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് ട്രാൻസിഷൻ, വൈബ്രേഷണൽ ട്രാൻസിഷൻ, റൊട്ടേഷണൽ ട്രാൻസിഷൻ, ബോണ്ടിങ് ട്രാൻസിഷൻ. എന്തായാലും ബോണ്ടിങ് ട്രാൻസിഷൻ അല്ല, വൈബ്രേഷനോ റൊട്ടേഷനോ വരത്തില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സംഭവിക്കുന്ന എക്സൈറ്റേഷനാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗ്രൗണ്ട് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് ട്രാൻസിഷൻസ്. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വിച്ച് ഡിറ്റക്ടർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ AS? ഇതിൽ ഏത് ഡിറ്റക്ടറാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്തത്? ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ, തെർമോകപ്പിൾ, ജിഗർ കൗണ്ടർ, ദെൻ ഫോൾട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. ഇതെല്ലാം നമ്മൾ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. തെർമോകപ്പിൾ നമ്മൾ അനാലിസിസിൽ തെർമൽ അനാലിസിസിൽ പറഞ്ഞതാണ്. ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ നമ്മൾ പറഞ്ഞതാണ്. ജിഗർ കൗണ്ടർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ആൻസർ പക്ഷേ ഇവിടെ വരുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബാണ്. കാരണം എന്താണെന്ന് അറിയോ, ലൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് തന്നെ എടുക്കണം, ലൈറ്റിന് ഡിറ്റക്ട് ചെയ്യുന്ന ആൾക്കാരെ തന്നെ എടുക്കണം. അല്ലാതെ തെർമോകപ്പിൾ എടുത്തിട്ട് കാര്യമില്ല, ലൈറ്റിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യുന്ന ആളെ എടുത്തിട്ട് കാര്യമില്ല. സോ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്, ലൈറ്റ് ആയതുകൊണ്ട്. ടെമ്പറേച്ചർ ആണെങ്കിൽ തെർമോകപ്പിൾ. ആൻസർ ഓപ്ഷൻ എ ആണ്. പിന്നെ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ എന്നുള്ളൊരു ഇത് വരും, അത് അയണൈസേഷൻ ഡിറ്റക്ടറാണ്. ഇവിടെ നമ്മൾ ആറ്റംസിനെയാണ് ചെയ്യുന്നത്. സോ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്.
അടുത്തിലോട്ട് പോകുന്നു. വാട്ട് ടൈപ്പ് ഓഫ് കാലിബ്രേഷൻ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ AS? ഏത് ടൈപ്പ് കാലിബ്രേഷനാണ് നമ്മൾ ടിപ്പിക്കലി എന്തിൽ യൂസ് ചെയ്യുന്നത്? ASൽ യൂസ് ചെയ്യുന്നത്. ഇൻറ്റേർണലി ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ആ അപ്പാരറ്റസ് എല്ലാം കണ്ടു കാണും. നമ്മൾ ചെയ്യുന്ന എന്ത് കാലിബ്രേഷനാണ്? എക്സ്റ്റേണൽ കാലിബ്രേഷനാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യനുമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന എപ്പോഴും എക്സ്റ്റേണൽ കാലിബ്രേഷൻ ആയിരിക്കും. സ്റ്റാൻഡേർഡ് അഡിഷൻ, അബ്സല്യൂട്ട് കാലിബ്രേഷൻ, ഇന്റേണൽ കാലിബ്രേഷൻ ഒന്നുമല്ല. നമ്മൾ കോമൺലി ചെയ്യുന്ന എക്സ്റ്റേണൽ കാലിബ്രേഷൻ ആണ്. പുറത്താണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. പുറത്ത് നമ്മൾ എടുക്കുന്ന സാമ്പിളും കാര്യങ്ങളൊക്കെയാണ് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്യാൻ കോസ് സ്പെക്ട്രൽ ഇന്റർഫറൻസ് ഇൻ AS? ഇതിൽ ഏതിനാണ് AASൽ സ്പെക്ട്രൽ ഇന്റർഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്? നോക്കാം. ഓവർലാപ്പിംഗ് ലൈൻസ് ഫ്രം ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൽ നിന്നുണ്ടാകുന്ന ഓവർലാപ്പിംഗ് ലൈൻസ്. ഫ്ലെയിം ഇൻസ്റ്റെബിലിറ്റി, ഫ്ലെയിമിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലായ്മ. ഇൻകറക്റ്റ് ഗ്യാസ് ഫ്ലോ, കറക്റ്റായിട്ട് ഗ്യാസ് ഫ്ലോ ചെയ്യാത്തത്. സാമ്പിൾ ഇൻട്രൊഡക്ഷൻ എറർ, സാമ്പിളിൽ ഉണ്ടാകുന്ന ഇൻട്രൊഡക്ഷൻ. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് സ്പെക്ട്രൽ ഇൻ്റർഫറൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ ASൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ സ്പെക്ട്രൽ ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ സ്പെക്ട്രൽ ലൈൻസിനുണ്ടാകുന്ന ഇൻ്റർഫറൻസ് ആണ്. സ്പെക്ട്രൽ ലൈൻസിന് ഇൻ്റർഫറൻസ് ഉണ്ടാകണമെങ്കിൽ ഓവർലാപ്പിംഗ് ലൈൻസ് വരണം. രണ്ട് ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഓവർലാപ്പിംഗ് ലൈൻസ് വരുമ്പോൾ സ്പെക്ട്രൽ ഇൻ്റർഫറൻസ് വരും. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് സ്പെക്ട്രലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻ്റർഫറൻസ് വേണം നമ്മൾ എഴുതാനായിട്ട്. സോ സ്പെക്ട്രൽ ഇൻ്റർഫറൻസ് വരുമ്പോഴത്തേക്ക് രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റിൻ്റെ ലൈൻ ഓവർലാപ്പ്, രണ്ട് ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെക്ട്രൽ ഇൻ്റർഫറൻസ് വരും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വിച്ച് ആറ്റമൈസേഷൻ ടെക്നിക് ഈസ് യൂസ്ഡ് ഇൻ ഗ്രാഫൈറ്റ് ഫർണസ് AS? ഏത് ആറ്റമൈസേഷൻ ടെക്നിക്കാണ് ഗ്രാഫൈറ്റ് ഫർണസ് AASൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഗ്രാഫൈറ്റ് ഫർണസ് AS. ഓക്കെ, തെർമൽ ആറ്റമൈസേഷൻ, ഫ്ലെയിം ആറ്റമൈസേഷൻ, ഫോട്ടോ അയണൈസേഷൻ, ലേസർ അബ്ലേഷൻ. ലേസർ അബ്ലേഷൻ അല്ല, ഗ്രാഫൈറ്റ് ഫർണസ് AS ആണ്. ഗ്രാഫൈറ്റ് ഫർണസ് AS. അതിൽ ഏത് ആറ്റമൈസേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സോ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഗ്രാഫൈറ്റ് ഫർണസ് ASൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആറ്റമൈസേഷൻ എന്ന് പറയുന്നത് എന്തായാലും ലേസർ അല്ല, ഫോട്ടോ അയണൈസേഷൻ നമ്മളങ്ങനെ പറയാറില്ല. ഒന്നില്ലെങ്കിൽ ഫ്ലെയിം ആറ്റമൈസേഷൻ അല്ലെങ്കിൽ തെർമൽ ആറ്റമൈസേഷൻ. നമ്മൾ ASൽ കോമൺലി യൂസ് ചെയ്യുന്നത് തെർമൽ ആറ്റമൈസേഷൻ ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, തെർമൽ ആറ്റമൈസേഷൻ. അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അടുത്തിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ചോപ്പർ ഇൻ AS? നമ്മൾ പറഞ്ഞതാണ് ചോപ്പറിൻ്റെ കാര്യം അല്ലേ. ഇതെങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ചോപ്പർ. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ചോപ്പർ ഇൻ AS? To break molecules into atoms, to modulate the light beam, to atomize the sample, to detect light. ചോപ്പറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ആക്കാനൊന്നുമല്ല, സാമ്പിളിനെ ആറ്റമൈസ് ചെയ്യാൻ അവിടെ ഫ്ലെയിം ഉണ്ട്, ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ ഡിറ്റക്ടർ ഉണ്ട്. സോ ഓപ്ഷൻ ടു മോഡുലേറ്റ് ദ ലൈറ്റ് ബീം. ലൈറ്റ് ബീമിന് സിംഗിൾ ബീം പിന്നെ മൾട്ടിപ്പിൾ ഡബിൾ ബീം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ASൽ. അപ്പോൾ മോഡുലേറ്റ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് ഈ ചോപ്പർ വേണ്ടി വരുന്നത്. സോ ലൈറ്റ് ബീമിനെ മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? ചോപ്പറിനെ യൂസ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വിച്ച് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് AS? ഇതിലേതാണ് ASൻ്റെ ആപ്ലിക്കേഷൻ അല്ലാത്തത്? എൻവയോൺമെൻറ്റൽ ടെസ്റ്റിംഗ് പറ്റും, നമ്മൾ ആപ്ലിക്കേഷനായിട്ട് പഠിച്ചതാണ്. ഫുഡ് സേഫ്റ്റി അനാലിസിസ് പറ്റും. ഫുഡ് സേഫ്റ്റിയിൽ ഏതെങ്കിലും ട്രേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള മെറ്റൽസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി പോയിസൺസ് ഉണ്ടോ, മെർക്കുറി അങ്ങനെ ആൾക്കാരെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. DNA സീക്വൻസിങ്, ക്ലിനിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും മെറ്റൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ബോഡിയിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ഡിറ്റക്ട് ചെയ്യുക, ബോഡിയിലുള്ള സോഡിയത്തിൻ്റെ എമൗണ്ട് ഡിറ്റക്ട് ചെയ്യുക, അതൊക്കെ പറ്റും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, DNA ടെസ്റ്റിംഗ്, DNA സീക്വൻസിങ് നമുക്ക് ഒരിക്കലും AS വെച്ച് പറ്റത്തില്ല. അതിന് സ്പെഷ്യൽ വേറെ ടൂളുകളുണ്ട്. സോ എന്തായാലും എൻവയോൺമെൻറ്റൽ ടെസ്റ്റിംഗ്, ഫുഡ് സേഫ്റ്റി അനാലിസിസ്, ക്ലിനിക്കൽ ടെസ്റ്റിംഗ് ഇതെല്ലാം ASന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ DNA സീക്വൻസിങ് ആർക്ക് ചെയ്യാൻ പറ്റത്തില്ല? ASന് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. വാട്ട് ഈസ് ദി റോൾ ഓഫ് ഗ്രാഫൈറ്റ് ഫർണസ് ഇൻ AS? ഗ്രാഫൈറ്റ് ഫർണസിന് AASലുള്ള റോൾ എന്താണ്? ആറ്റമൈസേഷൻ ഓഫ് സോൾട്ട് സാമ്പിൾസ്, അബ്സോർപ്ഷൻ ഓഫ് UV ലൈറ്റ്, സാമ്പിൾ ഡൈലൂഷൻ, ബാക്ക്ഗ്രൗണ്ട് കറക്ഷൻ.
ഗ്രാഫൈറ്റ് ഫർണസ് എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? ഫർണസ് നമ്മൾ എടുക്കുന്നത് ആറ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രാഫൈറ്റ് ഫർണസ് നമ്മൾ ഫ്ലെയിമാണ് പഠിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡിൻ്റെ കാര്യം പറഞ്ഞത്. ഗ്രാഫൈറ്റ് ഫർണസ് നമ്മൾ എടുക്കുന്നത് സെയിം ആറ്റമൈസേഷന് വേണ്ടി തന്നെയാണ്, പക്ഷേ ഏത് സാമ്പിൾസിനെയാണ്? സോളിഡ് സാമ്പിൾസിനെയാണ്. ഫ്ലെയിം ഗ്രാഫൈറ്റ് ഫർണസ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് സോളിഡ് സാമ്പിളുകളായിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് മറന്നു പോവരുത്, കാരണം നമ്മൾ പറയുന്ന ഗ്രാഫൈറ്റ് ഫർണസ് ആണ്. നമുക്ക് സിലബസ് ഇല്ലാത്ത ഫ്ലെയിമാണ് പറയാനുള്ളത്. പിന്നെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക ആറ്റമൈസേഷൻ ഓഫ് സോളിഡ് സാമ്പിൾ. മറ്റേത് ലിക്വിഡാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തിലോട്ട് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഫക്ട്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് AS? ഇതിലേതാണ് ASൻ്റെ സെൻസിറ്റിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്? ആറ്റമൈസേഷൻ എഫിഷ്യൻസി, ആറ്റമൈസേഷൻ ചെയ്യാനുള്ള കഴിവ്. ആറ്റമൈസേഷൻ ചെയ്താലേ നമുക്ക് അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യത്തുള്ളൂ. സോ അത് ഒരു സെൻസിറ്റീവാണ്, ശരിയാണ്. വേവ് ലെങ്ത് സെലക്ഷൻ, മോണോക്രോമാറ്റർ യൂസ് ചെയ്യുന്നതിന് അതിന് വേണ്ടിയിട്ടാണ്, ശരിയാണ്. ഫ്ലെയിം ടെമ്പറേച്ചർ, കാരണം ടെമ്പറേച്ചർ നമ്മൾ അസിഡ്ലീൻ എയർ എടുക്കുന്ന എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട്. സോ അതും ഒരു ASൻ്റെ സെൻസിറ്റിവിറ്റി അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. സോ ഓൾ ഓഫ് ദി അബോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എല്ലാം വരും ഓൾ ഓഫ് ദി അബോ, കാരണം ഇതെല്ലാം അതിൻ്റെ സെൻസിറ്റിവിറ്റി ഡിറ്റക്ട് ചെയ്യുന്നൊരു ഫാക്ടേഴ്സാണ്. ഒന്ന് അറ്റമൈസേഷൻ എഫിഷ്യൻസി, വേവ് ലെങ്ത് സെലക്ഷൻ, ഫ്ലെയിം ടെമ്പറേച്ചർ എല്ലാം. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ. അടുത്തിലോട്ട് പോകുന്നു. What is the main difference between AAS and AES? Source of radiation, type of sample, method of detection, type of element detected. Type of element detected അല്ലല്ലേ, രണ്ടിടത്തും ഒരു ഡിറ്റക്ട് ചെയ്യുന്ന എലമെൻറ്റ് പ്രശ്നമൊന്നുമില്ല. ടൈപ്പ് ഓഫ് സാമ്പിൾ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും നമ്മൾ ലിക്വിഡ് സാമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സോഴ്സ് ഓഫ് റേഡിയേഷൻ്റെ സോഴ്സ് യൂസിബിൾ തന്നെ, മാറ്റമൊന്നുമില്ല. മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ആണ്, കാരണം ASൽ അബ്സോർബൻസും ഇവിടെ എമിഷനുമാണ് നമ്മൾ എടുക്കുന്നത്. സോ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ഡിഫറൻ്റ് ആണ്. അവിടെ അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷനെ മെഷർ ചെയ്യുമ്പോൾ മറ്റേ എടുത്ത് തിരിച്ച് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തിലോട്ട് പോകുന്നു. വിച്ച് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് AS? ഇതിൽ ഏതാണ് ASൻ്റെ ഡിസഡ്വാൻറ്റേജ്? സിംഗിൾ എലമെൻറ്റ് അനാലിസിസ് ഡിസഡ്വാൻറ്റേജ് ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഹൈ സ്പെസിഫിസിറ്റി, ലോ ഡിറ്റക്ഷൻ ലിമിറ്റ് ഡിറ്റക്ഷൻ ലിമിറ്റ് ലോ ആയത് അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല, അഡ്വാൻറ്റേജ് ആണ്. ഹൈ സ്പെസിഫിസിറ്റി അതും അഡ്വാൻറ്റേജ് ആണ്. ഫാസ്റ്റ് അനാലിസിസ് ടൈം അതും അഡ്വാൻറ്റേജ് ആണ്. സോ സിംഗിൾ എലമെൻറ്റ് അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ASൽ എപ്പോഴും സിംഗിൾ എലമെൻറ്റ് അനാലിസിസ് ആണ് നടക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, സിംഗിൾ എലമെൻറ്റ് അനാലിസിസ്. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നു. ഇൻ AAS വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ആംപ്ലിഫൈ ദി ഡിറ്റക്റ്റഡ് സിഗ്നൽസ്? ഡിറ്റക്റ്റഡ് സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ എന്താണ് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത്? ഡിറ്റക്റ്റഡ് സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യുന്നത് ഡിറ്റക്ടറാണ്. ഡിറ്റക്ടർ നമ്മൾ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് തന്നെയാണ്. സോ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്, ഗ്രാഫൈറ്റ് ഫർണസ്, അത് കത്തിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഫോട്ടോ ഡയോഡ് അറേ അല്ല, ഫ്ലെയിം ഓയിൽ. സോ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് തന്നെയാണ് നമ്മുടെ ഡിറ്റക്ടറും. അത് തന്നെയാണ് ഡിറ്റക്റ്റഡ് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ എന്തിലോട്ട് കടത്തി വിടുന്നത്? നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് കടത്തി വിട്ട് നമുക്ക് റിസൾട്ടിനെ ഉണ്ടാക്കി തരുന്നു. സോ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഹൗ ഈസ് ദി അബ്സോർബൻസ് റിലേറ്റഡ് ടു കോൺസെൻട്രേഷൻ ഇൻ AS? അബ്സോർബൻസും കോൺസെൻട്രേഷനും. അബ്സോർബൻസ് ഇൻഡിക്കേഷൻ A=εCl ആണ്. C കോൺസെൻട്രേഷൻ ആണ്. അബ്സോർബൻസും കോൺസെൻട്രേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകുന്നു. വാട്ട് കോസസ് എ കെമിക്കൽ ഇൻ്റർഫറൻസ് ഇൻ AS? എന്താണ് ASൽ കെമിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്നത്? ഫോർമേഷൻ ഓഫ് നോൺ വോളറ്റൈൽ കോമ്പൗണ്ട്, മാട്രിക്സ് എഫക്റ്റ്, സ്പെക്ട്രൽ ഓവർലാപ്പ്, ദെൻ ഡിറ്റക്ടർ മാൽഫങ്ഷൻസ്. എന്താണ് ASൽ കെമിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്നത്? കെമിക്കൽ ഇൻ്റർഫറൻസ് ഉണ്ടാക്കുന്നത് മാട്രിക്സ് എഫക്റ്റ് അല്ല, സ്പെക്ട്രൽ ഓവർലാപ്പ് അല്ല. സ്പെക്ട്രൽ ഓവർലാപ്പ് വഴി കെമിക്കൽ അല്ല, സ്പെക്ട്രൽ ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത്. ഡിറ്റക്ടർ മാൽഫങ്ഷൻ അത് നമുക്ക് ഇൻ്റർഫറൻസ് അല്ല, അത് ബുദ്ധിമുട്ടാവുകയാണ്, മൊത്തത്തിൽ ബുദ്ധിമുട്ടാവുകയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫോർമേഷൻ ഓഫ് നോൺ വോളറ്റൈൽ കോമ്പൗണ്ട്സ്. നോൺ വോളറ്റൈലായിട്ടുള്ള, വോളറ്റൈലായി മാറാത്ത, വേപ്പറായിട്ട് മാറാത്ത കോമ്പൗണ്ടുകൾ ഉള്ളതാണ് നമ്മുടെ
ഉണ്ടാകുന്ന കെമിക്കൽ. കാരണം വേപ്പറൈസ് ചെയ്യാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ആറ്റമൈസ് ചെയ്യാണ്. അപ്പോൾ വേപ്പറാക്കി മാറ്റുകയാണ്. അങ്ങനെ വേപ്പറൈസ് ചെയ്യാത്ത സാമ്പിൾ ആണെങ്കിൽ അതൊരു കെമിക്കൽ ഇൻ്റർഫറൻസ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫ്ലെയിം ടെമ്പറേച്ചർ ഇൻ എയർസ്? എന്താണ് ഫ്ലെയിം ടെമ്പറേച്ചറിൻ്റെ റോള്? ടു ഡിറ്റക്ട് ആറ്റംസ്. അതിന് ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബ് നമ്മുടെ കയ്യിലുണ്ട്. ടു കൂൾ ദി സാമ്പിൾ, സാമ്പിളിനെ കൂളാക്കാനാണോ നമ്മൾ ഫ്ലെയിം ടെമ്പറേച്ചർ എടുക്കുന്നത്? ടു എൻഹാൻസ് അബ്സോർബൻസ്, അബ്സോർബൻസ് കൂട്ടാൻ ഫ്ലെയിം ടെമ്പറേച്ചർ സഹായിക്കുമല്ലോ, ഹോൾഡിൽ വെക്കാം നമുക്ക്. ടു ആറ്റമൈസ് സാമ്പിൾ, മെയിനായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ ഫ്ലെയിം ടെമ്പറേച്ചറിൻ്റെ ആറ്റമൈസ് ചെയ്യാനാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു ആറ്റമൈസ് ദി സാമ്പിൾ. അടുത്തിലോട്ട് പോകുന്നു. വാട്ട് ഡസ് ദി അബ്സോർപ്ഷൻ ഇൻ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി റെഫേഴ്സ് ടു? എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്? അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ബൈ ഫ്രീ ആറ്റംസ്, അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ബൈ സാമ്പിൾ, അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ബൈ മോളിക്യൂൾ, അബ്സോർപ്ഷൻ ഓഫ് അയോൺസ്. അയോൺസിൻ്റെ അബ്സോർപ്ഷൻ അല്ല, മോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷൻ അല്ല, അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ബൈ ദ സാമ്പിൾ അത് വരാം ചിലപ്പോൾ. അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ബൈ ഫ്രീ ആറ്റംസ്. എന്താണ്? നമ്മൾ റേഡിയേഷനാണ് സോഴ്സ് വഴി കടത്തി വിടുന്നത്. ആദ്യം നമ്മൾ നെബുലൈസ് ചെയ്യുന്നു സാമ്പിളിനെ ലിക്വിഡ് ഫോമിൽ, ആ ലിക്വിഡ് ഫോമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു, അതാണ് നെബുലൈസേഷൻ. സ്പ്രേ ചെയ്യുമ്പോൾ സാമ്പിൾ അതിനെ ആറ്റംസ് ആക്കി മാറ്റും. ആ ഉണ്ടാകുന്ന ആറ്റംസ് ആണ് വരുന്ന സോഴ്സിൽ നിന്ന് വരുന്ന ഹോളോ കാഥോഡ് ലാമ്പിൽ നിന്ന് വരുന്ന അതിനെ എന്ത് ചെയ്യുന്നത്? റേഡിയേഷൻ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. സോ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ബൈ ഫ്രീ ആറ്റംസ്, അതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തിലോട്ട് പോകുന്നു. വിച്ച് ഫാക്ടർ ക്യാൻ ഇംപ്രൂവ് പ്രിസിഷൻ ഇൻ എയർസ്? ഇതിൽ ഏതിനാണ് എയർസിൻ്റെ പ്രിസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? ഇൻക്രീസിങ് ഫ്ലെയിം ടെമ്പറേച്ചർ, ഫ്ലെയിം ടെമ്പറേച്ചർ കൂട്ടുന്നത്. ഡിക്രീസിങ് സാമ്പിൾ കോൺസെൻട്രേഷൻ, സാമ്പിൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നത്. യൂസിങ് ഹൈ റെസൊല്യൂഷൻ മോണോക്രോമാറ്റർ, റെഡ്യൂസിങ് സാമ്പിൾ പ്രിപ്പറേഷൻ ടൈം. നമ്മൾ പറഞ്ഞേക്കുന്നത് എയർസിൻ്റെ പ്രിസിഷൻ കൂട്ടണമെങ്കിൽ എന്ത് കൂടണം? ഹൈ റെസൊല്യൂഷൻ മോണോക്രോമാറ്റർ യൂസ് ചെയ്യണം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന റേഡിയേഷനെ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്ന, അതാണ് മോണോക്രോമാറ്ററിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഡിയേഷൻ നമുക്ക് ഒന്നും നഷ്ടപ്പെടില്ല, കറക്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കിട്ടുകയും ചെയ്യും, നമുക്ക് കറക്റ്റായിട്ട് അനാലിസിസ് ചെയ്യാനും പറ്റും. സോ ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എസിൻ്റെയും എസിൻ്റെയും അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയുടെ കേസിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാം തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.